ഹലോ ഫ്രണ്ട്സ്, സാന്ദ്രാസ് വേൾഡിലെ പുതിയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ. ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ചുമരിൽ തൂക്കിയ ക്ലോക്കിൽ നോക്കി. സമയം 11 മണിയായിരിക്കുന്നു. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, എനിക്കിന്ന് ഒരുപാട് വീട്ടുജോലികളുണ്ട്, അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന്. ഞാൻ കട്ടിൽ നിന്ന് ചാടി എഴുന്നേറ്റു. അപ്പോഴാണ് ഞാൻ പൂർണ്ണ നഗ്നയാണ് എന്ന് മനസ്സിലാകുന്നത്. എൻ്റെ ദേഹം മുഴുവൻ അമ്മായിയച്ഛൻ അമിത്തിൻ്റെ സംഭവങ്ങളായിരുന്നു. ഞാനത് കഴുകാനായി ബാത്റൂമിലേക്ക് കയറി. കുളിച്ചു ഫ്രഷായി പുറത്തിറങ്ങി. അപ്പോൾ ഞാൻ കാണുന്നത് അമിത് കട്ടിലിൽ കിടന്നുറങ്ങുന്നതാണ്. അത് കണ്ട് ഞാൻ ചിന്തിച്ചു, എനിക്ക് ഇത്രയും കാലം കിട്ടാത്ത സുഖം ഇന്ന് എനിക്ക് കിട്ടി. എനിക്ക് വളരെ സന്തോഷം തോന്നി. എൻ്റെ ഇതുവരെയുള്ള ദാമ്പത്യ ജീവിതത്തിൽ എനിക്ക് ഇതുപോലെ സന്തോഷം ഉണ്ടായിട്ടില്ല. എനിക്കെൻ്റെ കാമുകനെ, അതായത് എൻ്റെ അമ്മായിയച്ഛനെ അവിടെ വെച്ച് കെട്ടിപ്പിടിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവൻ്റെ ഉറക്കം കളയണ്ട എന്ന് കരുതി ഞാൻ എൻ്റെ ഡ്രസ്സ് ഇടാൻ വേണ്ടി അതൊക്കെ എവിടെയെന്ന് നോക്കി. അപ്പോഴാണ് അതെല്ലാം ആ മുറിയിൽ ചിതറി കിടക്കുന്നത് കാണുന്നത്. ഞാൻ അതെല്ലാം എടുത്തിടാൻ തുടങ്ങി. പെട്ടെന്ന് അവൻ രാവിലെ പറഞ്ഞത് എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ എൻ്റെ അടിവസ്ത്രം ഇടാതെ അവിടെ നിന്ന് പോയി. ഞാൻ ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി. ഞാൻ വീട്ടിലെ എല്ലാ മുറികളും അടിച്ചു വാരി. ഞാൻ ഫുഡൊക്കെ രാവിലെ വെച്ചത് ഒന്നുകൂടി ചൂടാക്കി. എന്നിട്ടത് പാത്രത്തിലാക്കി ഞാൻ നേരെ അമ്മായി അമ്മയുടെ മുറിയിലേക്ക് പോയി. അവിടെ അവൾ ഉണർന്നു കിടക്കുകയായിരുന്നു. ഞാൻ അവൾക്ക് പ്രഭാത ഭക്ഷണം നൽകി. അവളത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, അമ്മേ, ഇനി എന്തെങ്കിലും വേണോ? ഒന്നും വേണ്ട, നീ ഇത്രയും നേരം എന്തെടുക്കുകയായിരുന്നു? അപ്പോൾ ഞാൻ നാണിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ 1-ാം നിലയിലായിരുന്നു. ഞാൻ അവിടെ മുഴുവൻ വൃത്തിയാക്കുന്ന തിരക്കിലായിരുന്നു. അതാ ഇത്രയും വൈകിയത്. അപ്പോൾ വീണ്ടും എന്നോട് ചോദിച്ചു, ഓഹോ, പക്ഷേ ഇപ്പോൾ നീ വളരെ ഫ്രഷായും സുന്ദരിയായും കാണുന്നു, എന്താ വിശേഷം? അത് കേട്ട് ഞാൻ ആകെ നാണിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ പുതിയ ഫേസ് വാഷാണ് ഉപയോഗിച്ചത്, അതായിരിക്കും അമ്മേ. ഞാൻ അവളെ നോക്കിക്കൊണ്ട് മനസ്സിൽ പറഞ്ഞു, എൻ്റെ മുഖത്തുള്ള ഈ കാണുന്ന ഫ്രഷ്നെസ്സും സൗന്ദര്യവും സന്തോഷവും എല്ലാം എൻ്റെ ഉണ്ടാകാനുള്ള കാരണം നിന്റെ ഭർത്താവാണ്. ഞാൻ അവിടെ നിന്ന് പോയി. എന്നിട്ട് നേരെ അടുക്കളയിൽ ചെന്ന് ഉച്ചയ്ക്കുള്ള ഭക്ഷണമായ ചപ്പാത്തിയും ഗോപി മഞ്ചൂരിയും തയ്യാറാക്കാൻ തുടങ്ങി. അപ്പോഴാണ് എൻ്റെ അമ്മായിയച്ഛൻ ഉണർന്നത്. അദ്ദേഹം നേരെ ഡ്രോയിങ് റൂമിലേക്ക് പോകുന്നത് ഞാൻ കണ്ടു. 1:30 ഞാൻ എൻ്റെ അടുക്കളയിലെ ജോലികളെല്ലാം തീർത്തു. ഞാൻ എൻ്റെ അമ്മായി അമ്മയ്ക്ക് ഭക്ഷണം എടുത്ത് അവളുടെ മുറിയിലേക്ക് പോയി. അവൾക്ക് എൻ്റെ കൈകൊണ്ട് തന്നെ ഭക്ഷണം കൊടുത്തു. അപ്പോഴാണ് അമിത് അങ്ങോട്ട് വന്നത്. വന്നപാടെ അമിത് അവളോട് സംസാരിക്കാൻ തുടങ്ങി. അമിത് ആരാണെന്ന് മനസ്സിലായില്ലേ? എൻ്റെ അമ്മായിയച്ഛൻ. അപ്പോൾ എല്ലാം അയാൾ എന്നെ നോക്കാതെയാണ് സംസാരിച്ചത്. എന്നിട്ട് അമ്മായിയച്ഛൻ അവിടെ നിന്ന് അടുക്കളയിൽ പോയി ഭക്ഷണം എടുത്തു. അത് കഴിക്കാനായി ഡൈനിങ് റൂമിലേക്ക് പോയി. ഞാൻ പെട്ടെന്ന് തന്നെ അമ്മായി അമ്മയ്ക്ക് ഭക്ഷണം കൊടുത്തു തീർത്തുകൊണ്ട് അടുക്കളയിൽ പോയി. എനിക്കുള്ള ഭക്ഷണം എടുത്തുകൊണ്ട് അമ്മായിയച്ഛൻ്റെ അടുത്ത് ചെന്നിരുന്നു. അമ്മായിയച്ഛൻ എന്നെ അവോയ്ഡ് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് നേരെ ഹാളിലേക്ക് പോയി TV ഓണാക്കി. അവിടെ സോഫയിലിരുന്നു. അത് കണ്ട് എനിക്ക് വിഷമമായി. പക്ഷെ ഞാൻ സ്വയം ഒന്ന് ആലോചിച്ചു, പ്രണയത്തിൽ വിരഹമുണ്ടാകും, അത് അത്ര കുഴപ്പമല്ല, അത് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ പിന്നെ അയാളെ ശല്യം ചെയ്യാൻ പോയില്ല. അങ്ങനെ ഞാൻ വീണ്ടും ആ വീട്ടിലെ ജോലികളിൽ മുഴുകി. അപ്പോൾ എല്ലാം എൻ്റെ മനസ്സിൽ എൻ്റെ അമ്മായിച്ചനുമായി ഉണ്ടായ അനുഭവങ്ങളായിരുന്നു. എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. ഞാൻ എല്ലാ പണികളും തീർത്തു. സമയം പോയതറിഞ്ഞില്ല. രാത്രിയായി. അമ്മായിയമ്മ മരുന്നും ഭക്ഷണവും കഴിച്ചു ഉറങ്ങി. അമ്മായിയച്ഛൻ ഹാളിൽ ഇരുന്ന് TV കാണുന്നു. ഞാൻ പോയി നല്ലൊരു നൈറ്റി ഇട്ടുകൊണ്ട് നേരെ അമ്മായിയച്ഛൻ്റെ അടുത്ത് ചെന്നു. എന്നിട്ട് ഞാൻ അമ്മായിയച്ഛൻ്റെ അടുത്ത് ചേർന്നിരുന്നു. നിന്റെ ജോലിയൊക്കെ കഴിഞ്ഞു? എൻ്റെ എല്ലാം ജോലിയും കഴിഞ്ഞു. ശ്വേത, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താ അമിത്? എന്തായാലും പറയൂ. ശ്വേത, ഇന്ന് രാവിലെ എനിക്കും നിനക്കും തമ്മിൽ നടന്നത് ഒരു തെറ്റാണ്. എനിക്ക് ഇനിയും ഇത് ആവർത്തിക്കാൻ കഴിയില്ല. നമുക്കിത് ഇവിടെ നിർത്താം. എന്താ ഡാർലിൻ, നിങ്ങൾ ഇന്ന് മൂടില്ലേ? എന്താ ഇങ്ങനെ പറയുന്നേ? ശ്വേത, മതി, നിർത്ത്. എനിക്കിനി വയ്യ. ഇനിയും എനിക്ക് തെറ്റ് ചെയ്യാൻ പറ്റില്ല. പ്ലീസ്. നമുക്കിടയിൽ നടന്നതൊന്നും തെറ്റായി എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്താ പ്രശ്നം? എന്താ നിങ്ങൾക്ക് തെറ്റായി തോന്നിയത്? ശ്വേത, നീ എൻ്റെ മകൻ്റെ ഭാര്യയാണ്, എൻ്റെ മരുമകൾ. അങ്ങനെയുള്ള നിന്നെ എനിക്കത് ശരിയാവില്ല. നമുക്കിത് ഇവിടെ നിർത്താം. അമിത്, ഒന്ന് നിർത്തൂ. എന്നിട്ട് നിങ്ങൾ ഈ സദാചാര ബോധത്തിൽ നിന്ന് ഒന്ന് മാറി ചിന്തിക്കൂ. ഒരു വ്യക്തിക്ക് നേരെ ആരെ വേണമെങ്കിലും പ്രണയിക്കാം. അത് അയാളുടെ അവകാശമാണ്. അത് സ്വന്തം മകൻ്റെ ഭാര്യ ആയാലും പ്രണയിക്കാം. അതെങ്ങനെയാ ഒരു തെറ്റാവുന്നേ? പിന്നെ ഞാൻ സ്നേഹിക്കുന്നത് നിങ്ങളെയാണ്, അതുപോലെ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇനിയും ഇങ്ങനെ സദാചാരം പറയല്ലേ. ശ്വേത, നമ്മൾ രണ്ടാളും നമ്മുടെ ഇണകളെ വഞ്ചിക്കുകയാണ്. അതെന്താ നീ ഓർക്കാത്തത്?
പിന്നീട് അത് നമുക്ക് വലിയൊരു തെറ്റായി ഭാവിയിൽ തോന്നുകയും പിന്നെ അത് നമ്മുടെ കുടുംബജീവിതം തകർക്കുകയും ചെയ്തു. അമിത്, എനിക്ക് ഇതുവരെയും നിങ്ങളുടെ മകനിൽ നിന്ന് കിട്ടാത്ത പ്രണയവും സുഖവും എനിക്ക് നിങ്ങളിൽ നിന്ന് കിട്ടി. നിങ്ങളാണ് എൻ്റെ കിടപ്പറയിലെ സൂപ്പർ ഹീറോ. ശ്വേത, നീ എന്തായി പറയുന്നത്? നമ്മൾ തമ്മിൽ നടന്നത് എല്ലാം രാഹുൽ അറിഞ്ഞാൽ അവൻ തകർന്നു പോകും. അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. ഞാൻ ഈ ലോകത്ത് മറ്റാരേക്കാളും നിങ്ങളെയാണ് സ്നേഹിക്കുന്നത്. എന്നാലും അത് അമ്മായിയച്ഛൻ പറഞ്ഞു തീരും മുന്നേ ഞാൻ അയാളെ കെട്ടിപ്പിടിച്ചു. രാവിലെ അയാളുടെ നിയന്ത്രണം പോയ പോലെ ഉള്ള അതേ ആലിംഗനം. ഞാൻ അമ്മായിയച്ഛനെ ആഞ്ഞു കെട്ടിപ്പിടിച്ചുകൊണ്ട് അയാളുടെ മുഖത്ത് എൻ്റെ മൃദുവായ മുഖം വെച്ച് ഉരച്ചു. അതേസമയം തന്നെ അച്ഛന് കൺട്രോൾ പോയി എന്ന് എനിക്ക് മനസ്സിലായി. അയാളിൽ നിന്ന് പതുക്കെ നിയന്ത്രണം നഷ്ടപ്പെടുന്നത് എനിക്ക് മനസ്സിലായിക്കൊണ്ടേയിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് അയാൾ ഇത് നിർത്താൻ നിരന്തരം പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴേക്കും അയാൾ പോലും അറിയാതെ അയാളുടെ കൺട്രോൾ മുഴുവനായി നഷ്ടപ്പെട്ടു. പെട്ടെന്ന് അയാൾ എന്നെ ആഞ്ഞു കെട്ടിപ്പിടിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പരസ്പരം മറന്ന് സന്തോഷിക്കുമ്പോഴാണ് പെട്ടെന്ന് എൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടത്. അപ്പോൾ എൻ്റെ അമ്മായിയച്ഛനാണ് ദേഷ്യപ്പെട്ടുകൊണ്ട് ആരാ ഇതെന്ന് ചോദിച്ചു. അത് രാഹുലാണ്, നിങ്ങളുടെ മകൻ. ഞാൻ അമ്മായിയച്ഛനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അമ്മായിയച്ഛൻ ആ ഫോൺ വാങ്ങി അത് സൈലന്റ് മോഡിലാക്കി. അയാൾ എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടെ കിടന്നു. ഫോൺ വീണ്ടും 2-3 തവണ അടിച്ചു. പക്ഷെ ഞങ്ങൾ അത് എടുക്കാൻ കൂട്ടാക്കിയില്ല. ഞങ്ങൾ പരിസരം മറന്ന് പരസ്പരം സുഖിക്കുകയായിരുന്നല്ലോ. ശ്വേത, നീ എന്തിനാ ഈ പഴയ നൈറ്റികൾ ഇടുന്നേ? നിനക്ക് നല്ല നൈറ്റുകൾ എന്തുകൊണ്ട് ധരിച്ചുകൂടാ? അതിൽ നിന്നെ കാണാൻ നല്ല രസമായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനത്തെ നൈറ്റികളൊന്നുമില്ല. നീ വാങ്ങിത്തന്നാൽ ഞാനിടാം. അപ്പോൾ അമ്മായിയച്ഛൻ എന്നോട്, എന്നാൽ ഞാൻ വാങ്ങിത്തരാം. പിന്നെ എനിക്ക് നിന്നെ നൈറ്റിയിൽ മാത്രം കണ്ടാൽ പോരാ. എനിക്ക് നിന്നെ ജീൻസ്, ടോപ്പ്, ഫ്രോക്ക്, മിഡി ടോപ്പ് എന്നീ മോഡേണായ വസ്ത്രങ്ങളിൽ കാണണം. അതാണ് എനിക്കിഷ്ടം. ഇത് കേട്ട് ഞാൻ അമ്മായിയച്ഛനോട്, ഇതുവരെയും നിന്റെ മകൻ എന്നോട് ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ ധരിക്കാൻ പറഞ്ഞിട്ടില്ല. നിനക്ക് വേണ്ടി ഞാൻ ഇനി മുതൽ ഇതൊക്കെ ഇടാം. ഇതെല്ലാം പറയുമ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ എന്തൊക്കെയോ കണക്കുകൂട്ടലുകളായിരുന്നു. എൻ്റെ വാക്കുകൾ കേട്ട് അമിത് എൻ്റെ ആഞ്ഞു കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അമിതിന്റെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. അത് മറ്റാരുമല്ല, രാഹുലായിരുന്നു. എൻ്റെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് അവൻ അവൻ്റെ അച്ഛൻ്റെ ഫോണിൽ വിളിക്കുന്നതാണ് എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അമിതിന് അതൊരു ശല്യമായി തോന്നി. അയാൾ അത് ഓഫാക്കാൻ ഫോൺ എടുത്തപ്പോൾ ഞാൻ തടഞ്ഞു. എന്നിട്ട് ഞാൻ അയാളോട് പറഞ്ഞു, വേണ്ട, അതെടുക്ക്, ഇല്ലെങ്കിൽ അവൻ നിർത്താതെ ഫോൺ ചെയ്യും. അമ്മായി അച്ഛൻ ഫോൺ അറ്റൻഡ് ചെയ്തു. ഞാൻ അയാളുടെ നെഞ്ചിൽ അയാളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവർ സംസാരിക്കുന്നത് നോക്കി. അയാളും എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവനോട് സംസാരിച്ചു. ഹലോ ഡാഡി, സുഖമാണോ? ഞാൻ കുറേ നേരമായി ശ്വേതയെ വിളിക്കുന്നു. അവൾ ഫോൺ എടുക്കുന്നില്ല. അവൾ എവിടെ? എനിക്ക് സുഖമാണ് രാഹുൽ. നിനക്കോ? അവൾ ചില ജോലികളിൽ ബിസിയാണ്, അതുകൊണ്ടായിരിക്കും അവൾ അത് എടുക്കാത്തത്. അച്ഛ, അവളൊന്ന് വിളിക്കാമോ? എനിക്ക് അവളോട് സംസാരിക്കണം. രാഹുൽ, അവളിപ്പോൾ അത്യാവശ്യമായ ചില ജോലികളിൽ തിരക്കിലാണ്. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നോട് പറ, ഞാനത് അവളോട് പറയാം. അത്യാവശ്യമൊന്നുമില്ല, എനിക്ക് അവളോടൊന്ന് സംസാരിക്കാൻ തോന്നി. അതാ. കുഴപ്പമില്ല, ഞാൻ നാളെ വിളിക്കാം. അമ്മയോട് ഞാൻ അന്വേഷിച്ചായി പറയും. ബൈ എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ അമിത് ഫോൺ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. അപ്പോൾ ഞാൻ അമിതിനോട് ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ എൻ്റെ ഭർത്താവിനോട് സംസാരിക്കാൻ അനുവദിക്കാത്തത്? നീ ഇപ്പോൾ എൻ്റേതാണ്. നീ മറ്റൊരാളുമായി സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അദ്ദേഹം ദേഷ്യത്തോടെ മറുപടി പറഞ്ഞുകൊണ്ട് എന്നെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ എനിക്ക് അയാളുടെ കണ്ണിൽ എൻ്റെ ഭർത്താവിനോടുള്ള അസൂയ എനിക്ക് കാണാമായിരുന്നു. അത് ഞാൻ ആസ്വദിക്കുകയും ചെയ്തു. ശരിക്കും? അതെ, ശരിക്കും. പിന്നെ എന്തിനാ നിങ്ങൾ എൻ്റെ മുൻപിൽ സദാചാരം പറഞ്ഞ് നാടകം കളിച്ചത്? നമ്മുടെ ഈ ബന്ധം തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് നിന്നെ ഉപേക്ഷിക്കാനും പറ്റുന്നില്ല. കാരണം എനിക്ക് നിന്നെ അത്രയും ഇഷ്ടമാണ് ശ്വേത. നീ ഇന്ന് ഉച്ചയ്ക്ക് അമ്മായിയമ്മയോട് സംസാരിക്കുമ്പോൾ എനിക്ക് ദേഷ്യവും അസൂയയും വന്നു. നീ ആ മുറിയിലേക്ക് വരുമ്പോൾ നിന്നിൽ നിന്ന് ഞാൻ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു. പക്ഷെ എന്നോടൊന്നും സംസാരിക്കാൻ നീ നടന്നു പോയില്ലേ അമിത്? ഡാർലിംഗ്, അവൾ എൻ്റെ ഭാര്യയാണ്. അവളുടെ മുന്നിൽ എനിക്ക് നിന്നെ അങ്ങനെ കാണാൻ കഴിയില്ല എന്ന് കരുതി എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്നല്ല, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ശരി, ഒരു ദിവസം ഞാൻ നിന്നെ കൊണ്ട് തന്നെ ഇത് മാറ്റി പറയിക്കും. നിന്നെ ഞാൻ എന്നേക്കുമായി എൻ്റേതാക്കി മാറ്റും. അപ്പോൾ ഇന്നത്തെ സ്റ്റോറി ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ 3rd പാർട്ട് വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്യുക. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.